ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടത്. ഉള്ളി നന്നായി ഒന്ന് വെന്ത് വന്നോട്ടെ. ഉള്ളി നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ 2 കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അതിൽ ഓണായില്ല ക്യാമറ. കോഴിമുട്ട ഇട്ട് കൊടുത്ത് അതൊന്ന് ചിക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗരം മസാലയും അതുപോലെ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്തിഞ്ഞ് ഇത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്തിട്ട് പ്രസ് മെഷീനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയും ഉള്ളിയും കൂടെ വാട്ടി വെച്ച ആ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ബോളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ബോളാക്കി എടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഒന്ന് കൈയിൻ്റെ അടിയിൽ വെച്ച് കണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഫില്ലിങ് ഒരുപാട് കനത്തിലിടരുത്. ഒരുപാട് കനത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫില്ലിങ് നിറച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾസൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഭൂരി പൊങ്ങി വരുന്ന പോലെ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ ബ്രൗൺ കളറായാൽ മതി കേട്ടോ, ഒരുപാട് ബ്രൗൺ കളറാവൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.